ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 4 ആണ്. ഫ്ലവർ ആണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ എന്താണെന്ന് നോക്കാം. ഫ്ലവർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഷൂട്ട് ഇൻ വിച്ച് ദി ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ഫ്ലോറൽ സ്ട്രക്ചേഴ്സ്. ഗൈസ്, ഇതാണ് ഫ്ലവറിൻ്റെ ഡെഫിനിഷൻ. ഇത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഡെഫിനിഷനാണ്. നമുക്കപ്പോൾ ബാക്കി ഇനി ഫ്ലവറിൻ്റെ പാർട്സൊക്കെ നോക്കാം. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദെയർ ഈസ് ദി സ്റ്റോക്ക് വിച്ച് സപ്പോർട്ട് ദി ഫ്ലവർ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്ക് അല്ലെങ്കിൽ പെഡിസൽ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നത് SP എന്ന് എഴുതിയിരിക്കുന്നത് രണ്ടും ഒരു പാർട്ടിൻ്റെ പേരാണ്. അപ്പോൾ സ്റ്റോക്ക് ഇവിടെയാണ്, പെഡിസൽ. സ്റ്റോക്ക് അല്ലെങ്കിൽ പെഡിസൽ ഈ ഭാഗമാണ് പെഡിസലിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് സം ഫ്ലവേഴ്സ് മേ ബി വിത്തൗട്ട് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഭാഗം ഇല്ലാത്ത ഫ്ലവറും ഉണ്ട്. അതിനെ സെസിൽ എന്നാണ് പറയുന്നത്. ദി ടിപ്പ് ഓഫ് ദി സ്റ്റോക്ക് മേ ബി ഓൾസോ എൻലാർജ്ഡ് ടു ഫോം എ കപ്പ് ലൈക്ക് ഷേപ്ഡ് റെസിപ്റ്റക്കിൾ ഓർ തലാമസ്. ഈ ഭാഗം, ഈ പെഡിസലിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനൊരു കപ്പ് പോലെ കിടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് തലാമസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്ലവറിൽ 4 ഫ്ലോറൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറൽ ഹോള് സെപ്പൽസ് ആണ്. സെപ്പൽസ് അല്ലെങ്കിൽ കാലിക്സ്. ഈ നമ്മുടെ പെഡിസലിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് 2 ഇല പോലത്തെ സ്ഥലങ്ങൾ കാണാം. അതിനെയാണ് സെപ്പൽ എന്ന് പറയുന്നത്. സെപ്പൽ അല്ലെങ്കിൽ കാലിക്സ്. അതാണ് ഫസ്റ്റ് ഹോൾ. സെക്കൻഡ് ഹോള് പെറ്റൽസ് ആണ്. പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള. പെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കളേർഡ് പാർട്സിനെയാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള, അതാണ് സെക്കൻഡ് ഹോള്. പിന്നെ തേർഡ് ഹോള് സ്റ്റേമനും, പിന്നെ സ്റ്റേമൻ ആന്തറിൻ്റെയും ഫിലമെൻറ്റിൻ്റെയും ഒരു യൂണിറ്റിനാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അതാണ് തേർഡ് ഹോള്. ഫിലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറയല്ല, നമ്മുടെ ഈ പെഡിസലിൻ്റെ മുകളിൽ നിന്ന് അറൈസായി വരുന്ന കുറച്ച് പാർട്സാണ്. പിന്നെ ഇവിടെ സ്റ്റിഗ്മ സ്റ്റൈൽ അങ്ങനൊരു ഭാഗമുണ്ട്. അത് അടുത്ത ഹോളാണ്. നമുക്കിപ്പോൾ തേർഡ് ഹോളിൽ സ്റ്റേമനാണ് വരുന്നത്, ഫിലമെൻറ്റും ആന്തറും. പിന്നെ നമുക്ക് ഫോർത്ത് ഹോളിൽ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഓവ്യൂൾ അത്രയാണ് വരുന്നത്. അത് അത്രയും കൂടെ നമ്മൾ പിസ്റ്റൽ എന്നാണ് പറയുന്നത്. പിസ്റ്റലിനെ കാർപ്പൽ എന്നും പറയും. അതാണ് ഫോർത്ത് ഹോള്. അതിലാണ് ഈ ഓവറി ഓവ്യൂളൊക്കെ വരുന്നത്. ഇതാണ് സ്റ്റൈൽ, ഈ സ്റ്റിക്ക് പോലത്തെ ഭാഗം. പിന്നെ ഏറ്റവും മുകളിൽ ഈ എൻഡാണ് സ്റ്റിഗ്മ. അപ്പോൾ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ പിന്നെ ഫ്ലവറിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഫ്ലവർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഷൂട്ട് ഇൻ വിച്ച് ദി ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ഫ്ലോറൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് ഫസ്റ്റ് പേജ് നമ്മുടെ ചാപ്റ്ററിൻ്റെ. ഈ വീഡിയോയിൽ 2 പേജായിരിക്കും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് പേജ് നോക്കാം. ഈ സെക്കൻഡ് പേജിൽ നമ്മൾ മുമ്പത്തെ പേജിൻ്റെ ബാക്കി വരുന്നുണ്ട്. അതിൽ ചെറിയൊരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആൻഡ് നോൺ എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഇത് സിമ്പിളാണ്. എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഒരു റോളുള്ള ഒരു പാർട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നൊരു പാർട്സാണ് essential reproductive parts. The essential reproductive parts of a flower are those that are directly concerned with the reproduction. അതാണ് എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്. നോൺ എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അട്രാക്ഷൻ, നമ്മുടെ ഈ അട്രാക്ഷനിൽ എക്സാമ്പിള്
പെറ്റൽസ് ആണ്. അതിൻ്റെ കളറൊക്കെ വെച്ച് അത് അട്രാക്റ്റ് ചെയ്യുന്നതിനാണ് ആ അട്രാക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതും സിമ്പിളാണ്. ദി നോൺ എസെൻഷ്യൽ പാർട്സ് ആർ സിംപ്ലി ദി ഹെൽപ്പിംഗ് പാർട്സ് വിച്ച് എയ്തർ പ്രൊട്ടക്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദി ഫ്ലവർ ഓർ മേക്ക് ദി ഫ്ലവർ അട്രാക്റ്റീവ് ഫോർ ദി പോളിനേഷൻ. അതിൻ്റെ ബാക്കിയാണ് അടുത്ത പേജ് വരുന്നത്. ദീസ് പാർട്സ് ഇൻക്ലൂഡ്, ഇതിൻ്റെ എക്സാമ്പിളാണ്, നോൺ എസെൻഷ്യൽ പാർട്സിൻ്റെ എക്സാമ്പിളാണ് സെപ്പൽസും പെറ്റൽസും. പിന്നെ നമ്മുടെ ചില കേസസിൽ സെപ്പൽസും പെറ്റൽസും ഒരേ കളറിൽ ഒരേപോലെ ഇരിക്കും. അങ്ങനെ വരുന്ന ഫ്ലവേഴ്സിന്, അങ്ങനെ വരുന്ന പാർട്സിനെ ടെപ്പൽസ് എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അതിനെ കളക്റ്റീവ്ലി പെരിനന്ത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കളർ വൈസ് അതിന് 2 പേരുണ്ട്. ഇത് ഗ്രീൻ കളറാണെങ്കിൽ സെപ്പലോയിഡ് പെരിനന്തും, പിന്നെ നോൺ ഗ്രീൻ വൈറ്റോ അല്ലെങ്കിൽ വേറെ റെഡോ അങ്ങനെ ഏതെങ്കിലും കളേഴ്സൊക്കെ വരുന്നെങ്കിൽ പെറ്റലോയിഡ് പെരിനന്തെന്ന് പറയും. അടുത്തത് ബ്രാക്റ്റ് എന്ന് പറയുന്നൊരു പോർഷനാണ്. When a flower arises in the axil of a leaf-like structure, this structure is known as bract. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാം. നമ്മുടെ ഫ്ലവറിൻ്റെ ബാക്കിൽ കുറച്ച് ലീവ്സ് പോലത്തെ സ്ട്രക്ചേഴ്സ് കാണും. അതിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഫ്ലവേഴ്സിനെയാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. അതും സിമ്പിളാണ്. അതിൽ ഇതൊക്കെ അല്ലാത്ത ആവശ്യമില്ലാത്ത പോയിന്റ്സ് ആണ്. ഇത്രയുമാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നെക്ടാരീസ് ആണ്. അത് സിമ്പിളാണ്. നമ്മുടെ തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. മോസ്റ്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് എ സ്വീറ്റ് ഫ്രേഗ്രൻറ്റ് ലിക്വിഡ് കോൾഡ് നെക്ടർ. എല്ലാവർക്കും അറിയാം. ഗ്രൂപ്പ് ഓഫ് നെക്ടർ സെക്രീറ്റിംഗ് സെൽസ് ആർ കോൾഡ് നെക്ടാരീസ്. അതും അത്രയേ ഉള്ളൂ. പിന്നെ അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പടമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി അടുത്ത് മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് പാർട്സിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ്, എ ഫ്ലവർ വിച്ച് കണ്ടെയ്ൻ ബോത്ത് സ്റ്റേമൻ ആൻഡ് കാർപ്പൽ ഈസ് കോൾഡ് എ ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവർ. ഈ പോയിന്റിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേമൻ, അതായത് ഈ ആന്തറും ഫിലമെൻറ്റും കൂടെ ഒരുമിച്ചുള്ള ഈ പാർട്ട് സ്റ്റേമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും, പിന്നെ ഈ പിസ്റ്റൽ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവർ യോവ്യൂൾ, ഇത് ഒരുമിച്ച് വരുന്ന ഈ പിസ്റ്റലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ഫ്ലവറിനെയാണ് ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമോഫ്രോഡൈറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അതാണ് ഈ പോയിന്റ്. എ ഫ്ലവർ വിച്ച് കണ്ടെയ്ൻ ബോത്ത് സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. പിസ്റ്റലിൻ്റെ വേറൊരു പേരാണ് കാർപ്പൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കാർപ്പലിന് പിസ്റ്റൽ എന്നും പറയാം. ഈസ് കോൾഡ് ബൈസെക്ഷൽ ഓർ ഹെർമോഫ്രോഡൈറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എ ഫ്ലവർ വിച്ച് ഹാസ് ഓൺലി വൺ ഓഫ് ദീസ് പാർട്സ്. നമ്മുടെ ഈ ഒരു ഫ്ലവറിൽ ഏതെങ്കിലും ഒരു പാർട്ട്, ഒന്നീ സ്റ്റേമൻ ഇല്ലെങ്കിൽ ഈ കാർപ്പൽ, ഇത് ഏതെങ്കിലും ഒരു പാർട്ടുള്ള ഫ്ലവറാണ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. നമ്മൾ ഇൻകംപ്ലീറ്റ് ഫ്ലവറിന് വേറൊരു ഡെഫിനിഷൻ ഇവിടെ നോക്കിയായിരുന്നു. ഇഫ് വൺ ഓർ മോർ സെറ്റ്സ് ഓഫ് ഫ്ലോറൽ ഹോൾസ് ആർ മിസ്സിങ്. ഇങ്ങനെ വരുന്ന ഒരു കേസിലും അതിനെ ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, എ യൂണിസെക്ഷൽ ഫ്ലവർ വിച്ച് കണ്ടെയ്ൻ ഓൺലി ദി സ്റ്റേമൻ ഈസ് കോൾഡ് സ്റ്റെമിറ്റേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ. ഗൈസ്, സ്റ്റേമൻ മെയിൽ പാർട്ടാണ്. അപ്പോൾ ആ മെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവറിനെ മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ സ്റ്റേമിനേറ്റ് ഫ്ലവർ എന്ന് പറയും. അതാണ് ഈ പോയിന്റ്. എ ഫ്ലവർ വിച്ച് കണ്ടെയ്ൻ ഓൺലി ദി കാർപ്പൽസ് ഈസ് കോൾഡ് ഫീമെയിൽ ഓർ പിസ്റ്റിലേറ്റ് ഫ്ലവർ. കാർപ്പൽ ഫീമെയിൽ പാർട്ടാണ്. ഫീമെയിൽ പാർട്ട് മാത്രമുള്ള ഫ്ലവറിനെയാണ് ഫീമെയിൽ അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂട്ടർ ഫ്ലവർ. സിമ്പിളാണ്. രണ്ടും ഇല്ലാത്ത ഫ്ലവറിനെയാണ് ന്യൂട്ടർ ഫ്ലവർ എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ഇല്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ഇല്ല. അതിനെയാണ് ന്യൂട്ടർ ഫ്ലവർ എന്ന് പറയുന്നത്. അടുത്ത സെപ്പൽസ് ആണ്. അതിൽ ചില ഫ്ലവറിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സെപ്പൽസ് ഉണ്ട്. അതിനെയാണ് പോളിസെപ്പാലസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ വേറെ വേറെ ഡിവൈഡ് ആയിട്ടിരിക്കും, പക്ഷേ അത് ഒരു ഗ്രൂപ്പായിട്ടിരിക്കും.
അതിനെയാണ് ഗ്യാമോസെപ്പാലസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്യാമോസെപ്പാലസിനെ എപ്പികാലിക്സ് എന്നും പറയും. അടുത്ത കൊറോള എന്ന് പറഞ്ഞാൽ പെറ്റൽസാണ്. പെറ്റൽസ് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്നതിന് പെറ്റാലസും പിന്നെ ഫ്രീ ആയിട്ട് കിടക്കുന്നതിന് പോളിപെറ്റാലസ് എന്നും പറയും. അപ്പോൾ അത്രയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് 2 പേജിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതിപ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ വേണം. അഭിനവ് സൈനിങ് ഓഫ്.